ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് വേൾഡ്. അതിനകത്ത് നിങ്ങൾ ആരും ഫോളോ ചെയ്യാറില്ലല്ലോ. എനിക്ക് ആകെ 65 ഫോളോവേഴ്സും കണ്ടുള്ളൂ. അതിനകത്ത് നിങ്ങൾ എന്തായാലും എനിക്ക് ഫോളോ ചെയ്യണം. പിന്നെ ഒരു കാര്യം മറക്കരുത്, ഈ യൂട്യൂബിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അപ്പം ചെറിയ ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുപ്പി വെച്ചിട്ടാണ്. അപ്പം അതിനകത്ത് എൻ്റെ ഫ്രണ്ട് അച്ചുവിനെ ഉണ്ടായിരുന്നു. ഇതാണ് അച്ചു. അപ്പം അച്ചുവിന് യൂട്യൂബിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അച്ചുവിൻ്റെ കാര്യങ്ങൾ പറയട്ടെ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ യൂട്യൂബിലിപ്പം എനിക്ക് കുറേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പം നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ചാലഞ്ച് തുടങ്ങാം. അത് ഞാൻ ചെയ്യണം, അച്ചു ചെയ്യണം. ഞാൻ ചെയ്യട്ടെ. ഞാൻ ഇത്ര നിറച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അച്ചുവിന്റെ ടേൺ കൊടുക്കാം. അച്ചു ഞങ്ങൾ എത്ര ഒഴിച്ചിട്ടും ഒരു പകുതി പോലും വീടുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് കിട്ടുക. ചെറിയ പാവയാണ്. സോറി. അപ്പൊ നമുക്ക് ഞാനെടുത്ത എന്റെ ടേണാണ്. ഇത്രയും എടുത്തു താഴെ പോയി. പക്ഷെ അത് പണി കിട്ടത്തില്ല. നമ്മൾ ഇത്രയും നിറച്ചിട്ട് താഴെ വരാം. ഞാൻ ഭാഗത്തിന് പെട്ടില്ല. ഇത് റൗണ്ട് 2-ലാണ് ഈ പ്രശ്നം വരുന്നത്. റൗണ്ട് 2 നമ്മൾ ഒഴിക്കുമ്പോൾ എപ്പോൾ താഴെ പോകും അപ്പോൾ ആ പണിഷ്മെന്റ് ഉണ്ട്. പിന്നെ നമ്മൾ പണിഷ്മെന്റ് എടുക്കത്തില്ലേ, അത് തുറന്നു കഴിഞ്ഞിട്ട് ആ പണിഷ്മെന്റ് നമ്മൾ തിരിച്ചാ കുപ്പി തന്നെ വയ്ക്കും. അപ്പോൾ നമുക്ക് നമ്മൾ അത്ര പണിഷ്മെന്റ് എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ്. അല്ല, അത് തിരിച്ചു വരും. അത് എത്രയും പറഞ്ഞു കേട്ടോ. പ്ലാസ്റ്റിക് ആണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്ര ആക്കിയിട്ടുണ്ടേ. നമുക്കിട്ട് അവള് പണി തരും മിക്കവാറും. രണ്ടാമത് എടുക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അവളെ പൊട്ടാപ്പാട്ട് നിർത്താൻ പറഞ്ഞു. ഇത്രയാക്കി ബാക്കി ഇത്രയുള്ളൂ. ഇത് തീരുവല്ലേ. മിക്കവാറും പണി തരും ഗൈസ്. എനിക്ക് ഇച്ചിരി കൂടെ ഹാഫ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഹാഫ് ഉള്ളതാണ് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ എടുക്കാൻ പറ്റും. ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ അത് രണ്ടു വട്ടം നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നല്ലേ. കൂടെ ഞാൻ ഇത്ര ആക്കി പകുതി കൂടെ ഉള്ളൂ. ആർക്ക് പണം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എനിക്ക് മിക്കവാറും പണി തരും. അത് ഇത്ര ആയിട്ടുള്ളൂ. അടുത്തിട്ടാണ് എൻ്റെ കേട്ടോ. അപ്പം നമ്മൾ ഒഴിച്ചോ എനിക്ക് പണിയിട്ട് കൈ. ഓ ഫ്രണ്ട്സ്, ഇതെനിക്ക് പണി തരും. പക്ഷെ എനിക്ക് എത്രയും കഴിക്കാതിരുന്ന പോരെ പറയുന്നില്ല. ഇനി ഞാൻ ഇവൾക്ക് ടാസ്ക് വരാൻ പോണ കേട്ടോ. ഞാൻ ഇത്ര ഒഴിച്ചിട്ടുണ്ട്. അവൾ ആ വെള്ളത്തിൽ തരി ഒഴിച്ചാൽ മതി. സിമ്പിള്. കൊല്ലൂടി തൊണ്ടി വയ്ക്കുമ്പോഴത്തേക്കും ഇതെന്നാടി കളകളി കളിക്കില്ലേ മക്കളെ. ഒഴിച്ചു തെറ്റിച്ചോള്. ഇല്ലല്ലോ കപ്പറുത്ത് ലാസ്റ്റ് എനിക്ക് തന്നെ പണി കിട്ടി. ഞാൻ പറഞ്ഞോളെ കുടിക്കിട്ട് പറഞ്ഞു ഇഷ്ടമുള്ള എടുത്ത് ആക്കി എണ്ണിച്ചില്ലേ. എനിക്ക് അതിലില്ലാത്തൊരു പണിയേ ഉള്ളൂ. വേറെ സമാധാനം. അപ്പൊ നമുക്ക് അച്ഛൻ്റെ അങ്ങനെ കൂടുതൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഇരിക്കാം.
അപ്പം അച്ഛൻ ഐസ് നിങ്ങൾ പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദുതിയുടെ ചാനൽ ഫോളോ ചെയ്യണം. എല്ലാവരും ഇത് കാണണം. താങ്ക് യു. ഇപ്പൊ തന്നെ ദുതി ഐസ് എടുക്കാൻ പറ്റില്ല. ഞാനത് 10 മിനിറ്റ് അങ്ങനെ ഫ്രീസ് ആയി നിന്നിട്ട് ഐസ് ഐസ് എനിക്കാണെങ്കിൽ അത് തണുത്ത് വരവിച്ച പറിച്ചു. ഇങ്ങോട്ട് വെക്കാം. ഇവൾക്ക് നല്ലൊരു പണിയുണ്ട്. എനിക്ക് അവസരം കിട്ടുക. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടേക്ക് ഒരു വലിയ പണിയാണ് കൊടുത്തത്. അവൾ എന്തായാലും ഇന്ന് നിന്നെ കൊല്ലും. അപ്പൊ അടുത്തോണ്ട് സാധ്യ അച്ഛൻ കൊടുക്കാം. നമുക്ക് തുടങ്ങാവേ. ഒരു തുള്ളി പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കിട്ടാണ്ടിരിക്കും. കാരണം റൗണ്ട് 2 ആണ്. അവള് വീഴ്ത്തിയെന്ന് തോന്നേ. ഇതാണ് കേട്ടോ. ഹോൾഡ് യുവർ ബ്രീത്ത്. 2 മിനിറ്റ് ഹോൾഡ് യുവർ ബ്രീത്ത്. 3, 2, 1 സ്റ്റാർട്ട്. അങ്ങനെയില്ല. അങ്ങനെ ബ്രീത്ത് ഞാനിപ്പോ വിട്ടോണ്ടിരിക്കട്ടെ. 3, 2, 1 സ്റ്റാർട്ട്. അറിയില്ല. ഒന്നും പറയുന്നത് അപ്പം അത്ര ഇത് ചെയ്തിട്ടുണ്ട്. മതി മതി മതി. അത് ഞാൻ പിടിച്ചിട്ടുള്ള താഴെ പോയി കുട്ടി ചോദിക്കാൻ പറ്റും. ഇതിനകത്ത് ആരാണ് കള്ളക്കളി കളിക്കുന്നതെന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ആ വെള്ളം എടുക്കാൻ പോയപ്പോൾ അശ്വന്തിക്ക് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒന്നും നോക്കത്തില്ല. ഞാൻ എന്തായാലും ഊഹിത്തിന് കളി കളില്ല. നേരത്തെ ഇവിടെ വെച്ചിട്ട് ഐസ് എടുത്ത് കപ്പിനോട്ട് ഇട്ടില്ല. അതെ തണുത്തത്. അതേ മഴയാണ് എനിക്ക് ആദ്യം പൾപ്പനെ കിട്ടിയില്ലേ. അവൾ തോന്നാൻ തന്നെ വേണം. ചുമ്മാ കാര്യാക്കുണ്ടത്. ആരാ കള്ളക്കളി കളിക്കണേന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. ക്യാമറ തിരിച്ചു വയ്ക്കാൻ നല്ല ലക്കുണ്ട് കേട്ടോ. കാരണം അവളുടെ പാവാടയാ പെട്ടെന്ന് താഴെ കൂടെ ഇറങ്ങി പോകും. ഉപ്പ് നിൽക്കുക. സ്റ്റാൻഡ് ഫ്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ ഇതിന്റെ സ്റ്റാൻഡ് ഫ്രീസ് ആയിട്ടില്ല. ഈ സ്റ്റാൻഡ് ഫ്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നത്. എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നത്. എത്ര വട്ടം വേണം ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇത്ര പിടിച്ചത് ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത്. ഇപ്പൊ ഞാൻ അങ്ങനെ 5ാമത്തെ പ്രാവശ്യം നമുക്ക് അടുത്ത വീട്ടിലേക്ക് നമുക്ക് ആകെ അത് തന്നെ ചെയ്യാം. പിന്നെ ബോട്ടിൽ നനഞ്ഞിട്ടില്ല. റൗണ്ട് 2 തന്നെയാണ്. ഡ്രോപ്പായി വീഴുന്നുണ്ട്. ഫുള്ള് ഇത്രയും നല്ല തണുത്ത വെള്ളം.
നമ്മുടെ മേത്തുന്ന ഐസ് ഞാൻ അതിനകത്ത് ഇത് കണ്ടോ ഫ്രണ്ട്സ് എന്റെ മേലെ മൊത്തം സത്യസന്ധമായിട്ട് പറയണം ഋതി താഴെ വീഴുന്നുണ്ടോന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. അല്ല ഞാൻ ചെയ്ത നമ്മൾ ചെയ്ത പണിഷ്മെന്റ് ഇതിനകത്തൊരു ഉണ്ട്. ഞാൻ ചെറുതായിട്ട് എന്താ അനുഭവിച്ചായിരുന്നു. ആ പക്ഷെ നീ തെറ്റിച്ചോണ്ട. ഞാൻ തെറ്റിച്ചൊന്നുമില്ല. ഇവള് മറ്റേ പ്രാവശ്യം ഡോക്ടറെ ആക്കണം. പക്ഷെ അവൻ അതും ചെയ്തു. ചിത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് 2 റൗണ്ടേ ഉള്ളൂ. ഇന്ന് കാണാൻ പറ്റുന്ന ലൈറ്റ് ഇട്ട് തരാം. ബ്രൈറ്റ്നസ് കൂട്ടാം. പ്ലസ് താഴെപ്പോയി ആ പോയി പോയി നീ പോയിക്കണേ എടുത്തേ ഗൈസ് എന്താണെന്ന് വെച്ചാൽ പൂച്ചയെ പോലെ അഭിനയിക്കണം. ഞാൻ അവരുടെ ഓണം 3, 2, 1 സ്റ്റാർട്ട്. നമുക്ക് വീഡിയോ ഒക്കെ റിപ്പീറ്റ് എടുക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ അവൾക്ക് വിശക്കുന്നുണ്ട്. നമുക്ക് ഒരാളെ ഈ പൂച്ചയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കും. കഴിഞ്ഞ ഉടനെ തന്നെ വിഷമിച്ച് മാറ്റണം. ഓ നിന്റെ ലക്കി ഡേ അടിയുന്നു. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ആ പൂച്ചയുടെ കൂടെ കൊടുക്കണം. എനിക്ക് ഇതുവരെ ആയിട്ട് ആ ഒരെണ്ണ കിട്ടിയിട്ടുള്ളൂ. ആ പൂച്ചയുടെ കൊടുക്കണം. അയ്യോ എനിക്ക് തന്നെ വീണ്ടും വായിച്ചേക്ക്. ഗീവ് അവർ ഗിഫ്റ്റ് ടു ദ അതർ പീപ്പിൾ എന്ന് വെച്ചാൽ ഈ ഇതില് ജയിക്കുന്ന ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കല. ലാസ്റ്റില് നമ്മൾ ദുഃഖിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞത് ഗെയിമില് ജയിക്കുന്ന ആൾക്ക് കൊടുക്കാനാണ് ചാടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.